നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം ഉള്ള ഒരു വ്യക്തിത്വമാണ്. ശാസ്ത്രജ്ഞൻ ഒപ്പം ഒരു ആത്മീയ ആചാര്യൻ. സ്പേസ് സയന്റിസ്റ്റ് ആയിരുന്ന വ്യക്തിയാണ്. മാത്തമാറ്റീഷ്യനാണ്, ലോയറാണ്, ജേർണലിസ്റ്റ് ആണ്. അങ്ങനെ അക്കാഡമിക് മേഖലയില് ഒരുപാട് വിശേഷണങ്ങളുള്ള ആദരണീയനായിട്ടുള്ള ഡോക്ടർ ടി.പി. ശശികുമാർ സാറാണ്. സ്വാഗതം സർ. നമസ്കാരം ലക്ഷ്മിജി. സർ, ഇന്ന് സാറിനോട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഇപ്പോ സമകാലീനമായിട്ടുള്ള ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തില് ഞങ്ങൾക്ക് എല്ലാവർക്കും ഗുരുവായൂർ മഹാത്മ്യത്തെ കുറിച്ച് ശാസ്ത്രജ്ഞനും ആത്മീയ ആചാര്യനുമായിട്ടുള്ള അങ്ങയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അങ്ങൊരു താന്ത്രിക ആചാര്യൻ കൂടിയാണ്. തന്ത്രം, മന്ത്രം, ധ്യാനം തുടങ്ങി അനേകം മേഖലയില് വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ മഹാത്മ്യം അങ്ങയിൽ നിന്ന് കൂടുതൽ കേൾക്കാനായിട്ട് ചോദിക്കുകയാണ്. ലക്ഷ്മി വിദഗ്ധനാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ വിദഗ്ധന്മാരുടെ ശിഷ്യനായിരുന്നു എന്നുള്ളതിന്റെ ഒരു ധൈര്യമുണ്ട്. കാരണം തന്ത്ര സമുച്ചയം എന്ന പുസ്തകം മലയാളത്തില് എഴുതിയിട്ടുള്ള ഏക ബുക്ക് എന്ന് പറയുന്നത് തന്ത്രവിദ്യാപീഠം തുടങ്ങിയിട്ടുള്ള മാധവ്ജിയുടെ ശിഷ്യൻ ആയിട്ടുള്ള ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാട് ശിഷ്യനായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഏകയാള് ഞാനാണ്. വേറെ ശിഷ്യന്മാരൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യാനും അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ പല സംഭവങ്ങളിലൊക്കെ ഇരിക്കാനും, പിന്നെ ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തില് ഞാൻ പരിചയപ്പെട്ട കാലത്ത് വന്നിട്ടുള്ള ന്യൂ എഡിഷനില് 3 പേജോളം ഡോക്ടർ ടി.പി. ശശികുമാറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ക്ഷേത്രാചാരാനുഷ്ഠാനങ്ങളുടെ പുസ്തകത്തിൽ ഡോക്ടർ ടി.പി. ശശികുമാറിനെ കുറിച്ച് അദ്ദേഹം അംഗീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ധൈര്യം. രണ്ടാമത്, വാസ്തുശാസ്ത്രത്തില് 2 ചേതനകളുണ്ട് കേരളത്തില്. ഒന്ന് കാണിപ്പയ്യൂരും മറ്റൊന്ന് മലബാർ ഭാഗത്തുള്ള കേശവനാചാരി എന്ന് പറയുന്ന ഒരാൾ. കേശവനാചാര്യൊക്കെ ഇതിന്റെ തന്ത്രശാസ്ത്രത്തില് അധിപനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനും കൂടിയാണ്. തന്ത്ര സമുച്ചയം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ക്ഷേത്ര കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സമുച്ചയത്തിൽ മിക്കവാറും ചടങ്ങുകളാണ്. അപ്പോൾ അങ്ങനെ ആ ചടങ്ങുകളൊക്കെ പഠിക്കാനും അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ യാത്ര ചെയ്യാനും കൂടെ ഇരിക്കാനും പൂജ ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ കേരളം വിട്ടു കഴിഞ്ഞാലുള്ള ഹൈദരാബാദിൽ ഉള്ള താമസം നല്ലപോലെ സഹായിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിന്റെ പ്രത്യേകത, കേരളത്തിൽ പൂജാരിമാരാണ് പൂജ ചെയ്യുക. കേരളത്തിന് വെളിയിൽ ഇപ്പൊ ഹൈദരാബാദിലൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു പൂജക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഗൃഹസ്ഥനാണ് പൂജ ചെയ്യേണ്ടത്. അദ്ദേഹത്തെ ഗൈഡ് ചെയ്യാണ് ഈ ബ്രാഹ്മണന്മാരുടെ കടമ എന്ന് പറയുന്നത്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോ ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട് അമേരിക്കയിൽ പോയി 5-6 മാസം താമസിച്ച് അവിടെ ഒരു ക്ഷേത്രം പണിയാനുള്ളതിന്റെ മിക്കവാറും സംഭവങ്ങൾ ചെയ്തു തീർത്തു വന്നിട്ടുള്ള ഒരാൾ ഞാനാണ്. 2019 ഓഗസ്റ്റ് 3-ാം തീയതിയാണ് അതിന്റെ കർമ്മം നടന്നതൊക്കെ. അതിനൊക്കെ ഞാൻ തന്നെയായിരുന്നു എല്ലാം സംഘടിപ്പിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെയൊക്കെ ഈ അവരുടെയൊക്കെ ധാരണ ഞാൻ പൂജ ചെയ്യുന്ന ഒരാളാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, പക്ഷെ പഠിപ്പിക്കാം. അപ്പം ചില ബ്രാഹ്മണന്മാരൊക്കെ അവിടെ പിന്നെ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഒക്കെ പൂണൂലൊക്കെ ഉള്ളവരുണ്ട്, ഇതിന് വിധിക്കപ്പെട്ടിട്ടുള്ളവരുണ്ട്. അപ്പൊ അവർക്ക് ധൈര്യമില്ല ചെയ്യാൻ. അവർക്ക് ധൈര്യമില്ല, പക്ഷെ എനിക്ക് ചെയ്യാൻ അറിയില്ല. അപ്പൊ ഞാൻ അവർക്ക് ധൈര്യം കൊടുത്തിട്ട് ഞാൻ അതിന്റെ ഉടമയായി നിന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് അവരുടെ അമ്മമാർക്കൊക്കെ വലിയ സന്തോഷം കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം എൻ്റെ മകൻ ഒരിക്കലും പൂജ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന ആൾക്കാരെയൊക്കെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയുണ്ടായി എന്ന് പറയാം. പഠിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല, കാരണം അവർക്ക് അറിയാം, അവരുടെ അമ്മക്കും ഒക്കെ കണ്ടിട്ടുണ്ട്, അച്ഛൻ ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് വിട്ടുപോയിട്ടുള്ളവരെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ സാധിക്കും. ആ ചെറിയ ചെറിയ അറിവുകൾ മാത്രം എന്ന് വെച്ചാൽ അതിന് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരാളല്ല ഞാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഗുരുവായൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്, എൻ്റെ മനസ്സിലൊക്കെ ആദ്യം വരുന്നത് വളരെ സാമൂഹികമായിട്ടുള്ള കവിത എഴുതിയിട്ടുള്ള, ജ്ഞാനപ്പാനയൊക്കെ എഴുതിയിട്ടുള്ള ഭക്തകവി പൂന്താനം ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പൊ എൻ്റെ വരികൾ എനിക്ക് വരുന്നത് യുഗം 4-ലും
നല്ലു കലിയുഗം എന്നാണ്. 4 യുഗത്തിൽ ഏറ്റവും നല്ല കാലം കലിയുഗമാണെന്നാണ്. അത് നമുക്കങ്ങോട്ട് ദഹിക്കാത്തൊരു സംഭവമാണ്. കാരണം അതിനേക്കാളും നല്ല യുഗമാണ് സത്യയുഗം. അത് കഴിഞ്ഞിട്ട് രാമൻ ഉണ്ടായിരുന്ന കാലം, കൃഷ്ണൻ ഉണ്ടായിരുന്ന കാലം. അങ്ങനെ ദ്വാപരം കഴിഞ്ഞിട്ട് കലിയുഗം എങ്ങനെയാണ് നന്നാവുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന ലോകമാണ് ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ല സമാധാനം തരുന്നത്. എന്റെ കുടുംബമാണ് നല്ലത്. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഇന്നാളുടെ മകനായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ നന്നായി എന്ന് പറയുന്നതിനേക്കാളും അങ്ങനെ നന്നാവാൻ എനിക്ക് പറ്റില്ല. കാരണം അങ്ങനെ ആവില്ലല്ലോ ഞാൻ. അപ്പൊ ആവാത്തൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ബുദ്ധിമുട്ടുന്നതിനേക്കാളും എന്റെ ലോകം നന്നാവണമെന്നാണ്. അത് വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുള്ളത് രാമായണത്തിൽ തന്നെയാണ്. ഇവരൊക്കെ എഴുതുന്ന കവിതകൾ നോക്കിയാൽ അതിന്റെയൊക്കെ ഉള്ളറകളില് നമുക്ക് യോഗവാസിഷ്ടം കാണാം. പൂർണ്ണേ മനസ്സി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈഹി ഉപാന ഗൂഢപാദസ്യ നനുചർമ്മ സ്തുതൈവ ഭൂഹു. എനിക്ക് പോകുന്നിടത്തൊക്കെ സന്തോഷം കിട്ടണമെങ്കിൽ ഞാൻ സന്തോഷം കൊണ്ട് നടക്കുകയാണ് നല്ലത്. അതാണ് ഡിസീസും ഇൽനെസ്സും തമ്മിലുള്ള വ്യത്യാസം. ഇത് പറയാൻ കാരണം എന്താണ് ഭഗവത്ഗീതയുടെ എസൻസ് എന്ന് ചോദിച്ചാല്, ഭഗവത്ഗീത മുമ്പിൽ വെച്ചിട്ടായിരിക്കണം. അപ്പൊ ഭഗവത്ഗീതയുടെ എസൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഭഗവത്ഗീത തുടങ്ങുന്നത് 2-ാം അധ്യായത്തില് 7-ാം ശ്ലോകത്തിലാണ്. ഭഗവത്ഗീത 1-ാം അധ്യായത്തിൽ 1-ാം ശ്ലോകത്തിലല്ല തുടങ്ങുന്നത്. അപ്പൊ അത് തുടങ്ങുന്നത് തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു 11-ാമത്തെ ശ്ലോകത്തിലാണ്. അശോച്യ നന്യശോചസ്ത്വം എന്നാണ്. ദുഃഖമില്ലാതിരിക്കണം. അശോച്യ, ശോചമില്ലാതിരിക്കണം, ദുഃഖമില്ലാതിരിക്കണം എന്നാണ് തുടങ്ങുന്നത്. അവസാനിക്കുന്നത് മാ ശുച എന്നുള്ള ശ്ലോകത്തിലാണ്. 66-ാമത്തെ ഓക്കെ. മാ ശുച സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപിഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. അപ്പൊ എന്താണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്? എന്താണ് ഈ കർമ്മങ്ങളുടെയൊക്കെ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്? നമ്മൾ PhD ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം എഴുതേണ്ടത് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പാണ്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ഇപ്പൊ ഗുരുവായൂരിനെ കുറിച്ചായാലും ഏത് ക്ഷേത്രത്തെ കുറിച്ചായാലും ഏത് തന്ത്ര വൈദ്യ സംബന്ധികളായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആദ്യം അറിയേണ്ടത് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്. എന്തിനാണ് ഭഗവത്ഗീത പഠിക്കുന്നത്? ഭഗവത്ഗീത പഠിക്കുന്നത് മാശുച, ദുഃഖമില്ലാണ്ടിരിക്കാനാണ്. ഭഗവാൻ കൃഷ്ണനും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ചതുർവിധേ ഭജന്തേമ, 4 തരത്തിലുള്ള ആൾക്കാർ. ആർത്തോ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ദുഃഖത്തോടു കൂടി വരുന്നവരെന്നാണ്. ജിജ്ഞാസു, ചിലർ വരും എന്തിനാണ്. ഇപ്പൊ ഈ വീഡിയോ കേൾക്കുന്നവർ പലരും ഇയാൾ എന്താ പറയണമെന്ന് അറിയാനല്ല, ഇതെന്തിനാ പറയണമെന്ന് അറിയാനുമല്ല, ഇതാരാ പറയണമെന്ന് അറിയാനാണ്. അപ്പൊ അവർക്ക് ആരാണ് എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പൊ അങ്ങനെ പലരും ഉണ്ടാവും. ആരൊക്കെയാ വരുന്നത് ക്ഷേത്രത്തിൽ? അവനവനെ വലിയ മോട്ടീവ് ഒന്നുമില്ല. ബാക്കിയുള്ളവരുടെ മോട്ടീവ് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ടാവും. അപ്പൊ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കവികളൊക്കെ പറഞ്ഞു നിർത്തിയിട്ടുള്ളതൊക്കെ ഒറ്റ തത്വത്തിലാണ്. നമുക്കൊക്കെ വേണ്ടത് സുഖമാണ്. ഭാഗ്യത്തിന് ഞാൻ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെന്റ് സ്പേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്പേസിന്റെ സംസ്കൃതം ഘം എന്നാണ്. ഘം എന്ന് പറഞ്ഞാൽ സ്പേസ് എന്ന അർത്ഥം. അതിൽ സു ചേർക്കുമ്പോൾ സുഖവും ദു ചേർക്കുമ്പോൾ ദുഃഖവുമാവും. അപ്പൊ നല്ല സ്പേസ് ഉള്ളവർക്ക് സുഖവും മോശം സ്പേസ് ഉള്ളവർക്ക് ദുഃഖവും. അപ്പൊ നല്ല സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അപ്പൊ ഓരോ ജനതതികൾ സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലത്തും അവർക്ക് സുഖം കിട്ടാനുള്ളൊരു സ്ഥലം. അത് പലതരത്തിലാണ്. ഇപ്പൊ ദുബായിലൊക്കെ സുഖം കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരു ഹാമറും കുറെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും വെച്ചിട്ട് 50 ദറംസ് വെച്ചിട്ട് അടിച്ചു പൊട്ടിക്കുമ്പോൾ സുഖം കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ. കാരണം അവർക്ക് ദേഷ്യം വരുമ്പോൾ അത് അടിച്ചു പൊട്ടിക്കുമ്പോഴാണ് സമാധാനം കിട്ടുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാധാനം കൊടുക്കുന്നത് നമ്മളിൽ കൂടുതൽ പവറുള്ള എന്തോ ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, അത് നമ്മൾ ഏറ്റുപാടുമ്പോൾ. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, പക്ഷെ ഞാൻ ഓടിച്ചു പോകുന്ന സമയത്ത് നേരെ മുമ്പിൽ ഒരു പോലീസ് വന്നാൽ എന്തായാലും വിറക്കും. വിറക്കാണ്ടിരിക്കണമെങ്കിൽ എൻ്റെ അടുത്തൊരു MLA ഇരിക്കണം, അല്ലെങ്കിൽ MP വേണം, അല്ലെങ്കിൽ ഞാനൊരു പോലീസുകാരനാവണം. അപ്പൊ എനിക്ക് വിറ വരില്ല. കാരണം അവനെക്കാളും വലിയ ആളാണ് നമ്മൾ, അല്ലെങ്കിൽ പറഞ്ഞു നിൽക്കാൻ പറ്റും. ഇതൊന്നും ഇല്ലാത്തവർക്ക്, എനിക്ക് ഒരു അമ്മയുണ്ട്, അച്ഛനുണ്ട്, അവർക്കൊന്നും പക്ഷെ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല, അവർ പിഴ അടക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഭയം വരുമ്പോ നമുക്ക് ധൈര്യം തരാനുള്ള ഒരാളാണ് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ രാമൻ സങ്കീർത്തനം. ഈ കലികാലം നല്ല കാലം എന്ന് പറഞ്ഞിട്ട് ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് ഇങ്ങനെ ചൊല്ലിയാൽ നിങ്ങളെ കലികാലം നല്ല കാലാവുന്നു.
എന്ത് രസകരമായിട്ടാണ് ഒരു ഇതിനൊക്കെ മാത്തമാറ്റിക്സിൽ റിഡക്ഷ്യോ അബ്സേർഡ് മെത്തേഡ് എന്ന് പറയാം. തെറ്റായിട്ടുള്ളതിനെ പറഞ്ഞ് അത് ശരിയായി പ്രൂവ് ചെയ്യുക. അങ്ങനെയാണ് തിയറം മാത്തമാറ്റിക്സിലൊക്കെ പ്രൂവ് ചെയ്യുക. അങ്ങനെ ചിന്തിച്ച് മറ്റ് ലോകങ്ങളിലെ 3 ലോകങ്ങളിലെ 13 ലോകങ്ങളിലെ മറ്റു ദ്വീപുകളിലെ മറ്റു ഖണ്ഡങ്ങളിലുള്ളവരൊക്കെ ഭാരതത്തെ നോക്കിയിട്ട് അതിശയിക്കുകയാണ്, ഈ കാലത്തും എങ്ങനെയാണ് ഇവർ ഹാപ്പി ആയിരിക്കുന്നത്. ആ പൂന്താനം എഴുതിയിട്ടുള്ള വരികൾ നോക്കിയാൽ എന്ത് രസകരമായിട്ടാണ്. അത് ചിന്തിച്ചു മറ്റു ലോകത്തിലുള്ള ആൾക്കാര് മറ്റു 3 യുഗങ്ങളിലുള്ളവർക്ക് പോലും ഇപ്പൊ അത്ഭുതമാണ്. കലികാലം ഏറ്റവും മോശം കാലമായിട്ട് മാറേണ്ട കാലത്ത് എങ്ങനെയാണ് ഇവർ ഹാപ്പി ആയിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് കലികാലം, പ്രളയം വന്നു, ദ്വാപരയുഗം കഴിഞ്ഞു, ദ്വാപരം തന്നെ വെള്ളത്തിൽ ആണ്ടുപോയി. ഇനി എൻ്റെ ജനങ്ങൾക്ക് ഏറ്റവും പ്രശ്നമുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത്, ചിലപ്പോൾ കഥയിൽ തിരിച്ചായിരിക്കും കാണാം, ഏറ്റവും നല്ല സ്ഥലത്ത് കൊണ്ടുവെക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെയാണ് ചിലപ്പോൾ കൃഷ്ണൻ ഭജിച്ചിരുന്ന, കൃഷ്ണന്റെ അച്ഛനും അമ്മയും പൂജിച്ചിരുന്ന മഹാവിഷ്ണുവിന്റെ ബിംബമാണ് കേരളത്തിൽ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഗുരുവായൂരിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലായല്ലോ. ഈ കലികാലത്തിൽ ഏറ്റവും ദുഃഖമുണ്ടാവുന്ന സ്ഥലത്ത് ലോകത്തിലെ എല്ലാവർക്കും അത്ഭുതകരമായിട്ട് എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മൂർത്തിയെ എവിടെ നമുക്ക് കൊണ്ടുപോയി നിർത്തണം എന്ന് ആലോചിക്കുന്ന സമയത്ത് കൃഷ്ണൻ കണ്ടെത്തിയിട്ടുള്ള, അതിന് കൃഷ്ണന്റെ ഗുരു പറഞ്ഞു കൊടുത്തിട്ടുള്ള, ആ ഗുരു വന്നത് തന്നെ തോണിയിലൊക്കെയാണെന്ന്. അപ്പൊ തോണിയിൽ വരുന്ന സമയത്ത് അന്ന് മോട്ടോർ വെഹിക്കിൾ അല്ലല്ലോ, കാറ്റിലല്ലേ വരേണ്ടത്. അങ്ങനെ ഗുരു വായു ആയിട്ട് വന്നിട്ടുള്ള, വായു നയിക്കപ്പെട്ടിട്ടുള്ള സ്ഥലം. എന്ത് രസകരമായ ഒരു കൺസെപ്റ്റ് ആണെന്ന് ആലോചിച്ചു. ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ പോട്ടെ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങനെ കൊണ്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ ധരിച്ചു വരിക്കുന്നത്, പലപ്പോഴും മനുഷ്യന്മാര് ഗുരുവായൂർ പോകുന്ന പലരും ധരിച്ചിട്ടുള്ളത് കൃഷ്ണ 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 എന്നാ വിളിക്കുക. ആശയം കൊണ്ടും സങ്കല്പം കൊണ്ടും ദേവതാരൂപം കൊണ്ടും ഒരു ശിശുരൂപനായിട്ടുള്ള കൃഷ്ണനെ ആണെങ്കിൽ പോലും സാക്ഷാൽ പ്രതിഷ്ഠ അതല്ല. എൻ്റെ പ്രഭാഷണം തുടങ്ങുന്നത് ഗുരുവായൂർ വെച്ചാണ്. ആദ്യമായിട്ടുള്ള എൻ്റെ TV ഇന്റർവ്യൂ ഏഷ്യാനെറ്റിൽ ഉള്ളതിന് മുമ്പ് അവിടെ S കുമാർ എന്ന് പറയുന്ന ജമ്മോളജിസ്റ്റ് ആയിട്ടുള്ള നടയിലിരിക്കുന്ന ഒരാള് എന്നെ ഒരു സ്റ്റുഡിയോയിൽ, അന്ന് ഏഷ്യാനെറ്റിന്റെ ലോക്കൽ ചാനലുകളിൽ മാത്രം വരാൻ പറ്റുന്ന കണക്ഷൻ കൊടുത്തിട്ട് കേബിൾ TV കണക്ഷൻ ഉണ്ടായിരുന്ന കാലത്ത്, അന്ന് ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഭാഗ്യവശാൽ തൊട്ടടുത്തുള്ള ഒരു സ്റ്റുഡിയോയിലുള്ള ആളാണ് ഇത് ഷൂട്ട് ചെയ്തത്. അദ്ദേഹം എനിക്ക് ഈ ഗുരുവായൂർ യഥാർത്ഥ മൂർത്തിയുടെ കൃത്യമായിട്ടുള്ള പിക്ചർ എനിക്ക് തന്നിട്ടുണ്ട്. അത് പലർക്കും കിട്ടാത്ത സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ അത് അങ്ങനെ പടമെടുക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ പ്രഭ ഒടിഞ്ഞു പോയിരുന്നു. ഒടിഞ്ഞു പോയ സമയത്ത് റിപ്പയർ ചെയ്യാൻ വേണ്ടി പുറത്തു കൊണ്ടുപോയ സമയത്താണ് അതിന്റെ പടം എടുത്തു വെച്ചതും അതിന്റെ ഒരു പീസ്, ആ ഒരു പടം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ ആദ്യത്തെ പ്രഭാഷണവും ആദ്യത്തെ ഇന്റർവ്യൂ എവിടെയാണ്? ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. അപ്പൊ ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള പ്രതിഷ്ഠയാണ്. നമ്മൾ സൂക്ഷിച്ച് അടുത്ത് നോക്കിയാൽ മാത്രം കാണുന്ന വലിയ രൂപത്തിലുള്ള. അപ്പൊ അത് കൊണ്ടുവന്നിട്ടുള്ളത് ദ്വാരക എന്നാന്ന് ആലോചിച്ച് നോക്കുക. കൃഷ്ണന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒരു വിഗ്രഹമാണ്. അത് കൃഷ്ണന്റെ വിഗ്രഹം അല്ല, വിഷ്ണുവിന്റെയാണ്. അപ്പൊ വിഷ്ണുവിന്റെ അല്ല, കാരണം അങ്ങനെ ഒരു വിഗ്രഹമേ ഉള്ളൂ. വിഷ്ണുവിന്റെ വിഗ്രഹങ്ങൾ പല സ്ഥലത്തും പലയിടത്തും ഉണ്ടെങ്കിലും ഇതൊറ്റ വിഗ്രഹമേ ഉള്ളൂ. ആ വിഗ്രഹം എന്ന് പറയുന്നത് ചതുർബാഹുവായിട്ടുള്ള, വളരെ പ്രസിദ്ധമായിട്ടുള്ള, ഏറ്റവും നല്ല രൂപത്തില് 4 കൈകളില്, അത് നമ്മൾ ബാലഗോപാലനായിട്ടും കാണാം, ഉണ്ണിഗോപാലനായിട്ടും കാണാം, എന്ത് വേണമെങ്കിലും കണ്ടോളൂ. പക്ഷെ അത് കൃഷ്ണൻ അതിന്റെ കൂടെ ലയിച്ചു ചേർന്നത് കൊണ്ട്, ഇപ്പൊ ശാസ്താവിന്റെ കൂടെ അയ്യപ്പൻ ചേർന്നത് കൊണ്ട് നമ്മൾ അയ്യപ്പനാണ് എന്ന് പറയുന്നത് പോലെ, ശാസ്താവ് ഈക്വലന്റ് ആണെന്ന് പറയുന്നത് പോലെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇത് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു വൈകുണ്ഠത്തിലുള്ള, വിഷ്ണുവിന്റെ നാട് എന്ന് പറയുന്നത് വൈകുണ്ഠാണ്. അഭ്രകം എന്നാണ്. അഭ്രകം അല്ലെങ്കിൽ വെളുത്ത തുളസി മാത്രം വളരുന്ന സ്ഥലം എന്നൊക്കെയാണ് വിശ്വസിക്കുക. ആ സ്ഥലത്ത് വിഷ്ണു ലോകത്തില്, വൈകുണ്ഠത്തില്, ഭൂമിയിലുള്ള ഏക വൈകുണ്ഠം. നിങ്ങൾ എവിടെയും ഗുരുവായൂരപ്പന്റെ ക്ഷേത്രം നോക്കിയാൽ ഇത്തരം പ്രഭയുള്ള, ഭഗവാൻ സമർപ്പിച്ചിട്ടുള്ള, ഭഗവാൻ കൊണ്ട് നിർത്തിയിട്ടുള്ള ഒരു വിഗ്രഹം ഉണ്ടാവില്ല. അതുകൊണ്ട് ലോകത്തിൽ ഉള്ള ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാവുന്നതാണ് ഈ ഒരു വിഗ്രഹം. അതിന്റെ പ്രത്യേകതകൾ കുറെ ഉണ്ട്. കാരണം ആഗമാർത്ഥന്തു ദേവാനാം ഗമനാർത്ഥന്തു രാക്ഷസാം എന്നാണ് ആദ്യം ചൊല്ലുന്ന വൈദിക മന്ത്രം. അടച്ചുപൂട്ടി സാന്റം സാൻഡ്രോം പിറ്റേ ദിവസം രാവിലെ തുറക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ ദുഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോണം. അത് ഫിസിക്കലായിട്ടുള്ളതല്ല, അത് ദേവന്മാരെ ക്ഷണിച്ചു വരുത്തിയിട്ടാണ് നമ്മൾ അവിടെ പൂജകൾ ചെയ്യാം.
പല തരത്തിലുള്ള കോൺട്രവേഴ്സിക്ക് ഉണ്ടായിട്ടുണ്ട്. സാളഗ്രാം ആണോ? സാളഗ്രാം ഒക്കെ വളരെ നാച്ചുറൽ ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് അങ്ങനെയല്ല. ഇത് ശരിക്ക് അഭ്രകം എന്ന് പറയുന്നത് വളരെ ബ്ലാക്ക് കളറുള്ള വളരെ മൂലക ഗുണമുള്ള, റേഡിയേഷനിൽ ഹൈലി പവർഫുൾ ആയിട്ടുള്ള, റേഡിയേഷനിൽ അങ്ങേയറ്റത്തെ പവർഫുൾ ആയിട്ടുള്ള മെറ്റൽ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ആ മൂലകം ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു നാച്ചുറൽ കണ്ടന്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വിഗ്രഹമാണ്. അതിന്റെ മാത്തമാറ്റിക്സിലേക്ക് പോകാനുള്ളൊരു, അല്ലെങ്കിൽ അതിന്റെ കെമിസ്ട്രിയിലേക്ക് പോകാനുള്ള ഒരു മടി കൊണ്ടാണ് അത് പറയാത്തത്. ഓക്കെ, അത് അഞ്ജനം എന്നാണ് പറയാം. നമ്മൾ പറയാം അഞ്ജനം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ്, കറുത്ത മഷി എന്ന് പോലെ പറയാം. അവിടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ പവർ, കൺസ്യൂം ചെയ്യാനുള്ള പവർ. ഇത് തന്നെയാണ് നമ്മുടെ ദുഃഖത്തെ അബ്സോർബ് ചെയ്ത് നമുക്ക് അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് നന്മയാക്കി മാറ്റാൻ തരാൻ പറ്റുന്ന ഒരു സങ്കല്പം. അതുപോലെ നമ്മൾ മുമ്പിൽ കാണുന്ന ഭഗവാനിൽ ഒരാളാണ് എഴുത്തുകാരനിലെ, കവികളിലെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ചിലപ്പം മേൽപ്പത്തൂരായിരിക്കും. മേൽപ്പത്തൂരിന്റെ നാരായണീയം എന്ന് പറയുന്നത് എത്രത്തോളം എനിക്ക് അറിയാന്നറിയില്ല. അപ്പൊ എത്രത്തോളം പറയണമെന്നും എനിക്കറിയില്ല. എന്റെ ഈ പിടിച്ചു നിൽക്കുന്നത് ചിലപ്പം അത് എത്ര പറയണം എന്നുള്ളൊരു സംശയം കൊണ്ടാണ്. എഴുത്തച്ഛൻ എന്ന മലയാളത്തിന്റെ പിതാവ്, അദ്ദേഹം മലയാളത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ കണ്ടുപിടിച്ചത് കൊണ്ടല്ല, രാമായണം എഴുതിയത് കൊണ്ട് മലയാള ഭാഷ പ്രചാരമായി ആൾക്കാർ വായിക്കണമെന്ന് നാട്ടുരാജാക്കന്മാര് നിർബന്ധപൂർവം സത്സംഗ് നടത്തി രാമായണം വായിച്ചില്ലെങ്കിൽ ശിക്ഷ പോലും കൊടുക്കുമെന്നുള്ള ഒരവസ്ഥയിൽ എഴുത്തച്ഛന്റെ രാമായണം അന്ന് പ്രിന്റ് ചെയ്യാൻ മാർഗമില്ലാത്തതുകൊണ്ട് കയ്യെഴുത്ത് പ്രതികൾ എഴുതി ആൾക്കാരെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ്. അങ്ങനെ വായിക്കണമെങ്കിൽ രാമായണ ഒരു മാസം വായിക്കണമെങ്കിൽ എത്ര വീടുകളിൽ 20 പേർക്ക് അധികമൊന്നും കൂടെ ഇരുന്ന് വായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല, ഹോളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ ഒരു നാട് ഫുൾ വായിക്കണമെങ്കിൽ 100 കണക്കിന് പ്രതികൾ ഉണ്ടാക്കണം. അങ്ങനെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അച്ചടി ഇല്ലാത്തൊരു കാലത്ത് കയ്യെഴുത്ത് പ്രതി രാമായണം കിളിപ്പാട്ട് എഴുതിയിട്ടുള്ള ഒരു ലോകം. ഞാൻ ഫിജിയിൽ രാമായണത്തിന്റെ കോൺഫറൻസിൽ പോകുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിവിടെ പറയാനുള്ള കാരണമുണ്ട്. ആ എഴുത്തച്ഛനാണ് ഈ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ വൈഫിന്റെ അച്ഛന് അസുഖം വരുന്ന സമയത്ത് എന്താണ് നല്ല രസകരമായ നാരായണ പിഷാരടി അല്ലേ? അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, എനിക്ക് പെട്ടെന്ന് വരുന്നില്ല, ഓർക്കണ്ടോ അറിയില്ല ലക്ഷ്മി. അദ്ദേഹം മത്സ്യം വെച്ച് തുടങ്ങണം, മത്സ്യത്തിൽ നിന്ന് തുടങ്ങണം, മത്സ്യം കൂട്ടി തുടങ്ങണം. അതെ, മത്സ്യം കൂട്ടി തുടങ്ങണം എന്നാണ് ആ വാക്ക്. കൂട്ടി എന്നുള്ളത് വരാത്തുണ്ട്. മത്സ്യത്തിൽ തുടങ്ങണം എന്നല്ല, മത്സ്യം കൂട്ടി തുടങ്ങണം. അപ്പൊ നാരായണീയം എഴുതണം എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്ന് ഓരോ ദശകങ്ങള് എന്റെ ഗുരു നാരായണീയം രാവിലെ ചൊല്ലി, നാരായണീയം എന്ന് പറയുന്ന ഒരു .org ഉണ്ട്, ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. അതിന്റെ ചൊല്ലി റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടന്ന സമയത്താണ് സുഖചികിത്സക്ക് പോയിട്ട് അദ്ദേഹം വിട്ടുപോകുന്നത് നമ്മളെ. അപ്പൊ നാരായണീയത്തിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കില് ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ളതാണ്. നമുക്കൊക്കെ സുഖം വേണം എന്നുള്ളതാണ്. എന്തിനാണ് ഗുരുവായൂർ പോകുന്നത് വെച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, സുഖം, സന്തോഷം. ആ സന്തോഷം എന്നുള്ളത് ടെമ്പററി സന്തോഷമല്ല, എങ്ങനെ എനിക്ക് ലോങ്ങർ ആയിട്ട് സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ കവികളും, അത് എഴുത്തച്ഛനിൽ നിന്ന് അധ്യാത്മരാമായണം തുടങ്ങി, ഭക്തിപ്രസ്ഥാനത്തിൽ തുടങ്ങി, കാവ്യം സുധേയം കഥ രാഗവീയം, കർത്താവ് തുഞ്ചത്തുളവ, അത് അവസാനം പറയുന്ന വാക്കെന്ന് ആലോചിച്ച് നോക്കൂ, ആനന്ദലബ്ധിക്കിനി എന്തു വേണം, അവിടെയും ആനന്ദമാണ്. അപ്പൊ അൾട്ടിമേറ്റ്ലി മനുഷ്യന് വേണ്ടത്, എനിക്ക് കുറെ പ്രശസ്തി ഉണ്ട്, ആനന്ദം ഉണ്ടാവണമെന്നില്ല. ബ്രഹ്മാനന്ദം എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ആനന്ദം എത്ര കാശുകാരനും ഉണ്ടാവണമെന്നില്ല. രണ്ടാമത് നല്ല അറിവ് അവനും ഉണ്ടാവണമെന്നില്ല. 3 നല്ല പ്രശസ്തി, ഈ 3 കാര്യങ്ങളാണ്. അത് നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിൽ എന്തിനാണ് ഇത് ചൊല്ലുന്നത്? ഞാൻ പറഞ്ഞില്ല, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്. വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുത്തപ്പോഴും ഉടനെ ധർമ്മപുത്രർ ചോദിച്ച ചോദ്യം ഭീഷ്മരോട്, ഞാൻ എന്തിനാ ഇത് പഠിക്കുന്നത്, ഞാൻ എന്തിനാ ചൊല്ലണത്? ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്. ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് ഭാരതീയ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗുണമാണ്. അതുകൊണ്ടാണ് ചാർവാകന്മാർക്ക് ഋഷി പദവി കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനെയും ചോദ്യം ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ തെറ്റായിട്ടുള്ള വാക്കാണ്, പക്ഷെ മലയാളത്തിൽ നിരൂപണം എന്നാണ്. രൂപമില്ലാത്തതിന് രൂപം കൊടുക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യുന്നതിനെയാണ് നിരൂപണം എന്ന് പറയാം. അപ്പൊ നിരൂപണ ബുദ്ധി ഉണ്ടാവണം, നല്ലതാണ്. അത് നെഗറ്റീവ് ആകുമ്പോഴാണ് ഇപ്പോഴുള്ള ക്രിറ്റിസിസം ആയിട്ട് മാറുന്നത്, തെറ്റായിട്ട് മാറുന്നത്.
അപ്പൊ ഇദ്ദേഹം കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനായിരുന്നു ചൊല്ലുന്നത്. വേദാന്തഗോ ബ്രാഹ്മണ ക്ഷത്രിയോ വിജയീ ഭവേത് വൈശ്യോ ധനസമൃദ്ധ ശൂദ്ര സുഖമാപ്നുയാത്മ. വേദാന്തഗോ ബ്രാഹ്മണ, ബ്രാഹ്മണന്മാർക്ക് വേദാന്തം നോർത്ത് മാത്രം വർക്ക് ചെയ്താൽ, ഉത്തർപ്രദേശ് മാത്രം വർക്ക് ചെയ്താൽ നോളജ് കിട്ടും. മധ്യപ്രദേശ് ആയാൽ വൈശ്യരായി. ഈ ക്ഷത്രിയന്മാരുടെ ഇതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ശൂദ്രന്മാരുടെ സന്തോഷമാണ്. ഈ എല്ലാം ഉള്ളവർക്ക് അൾട്ടിമേറ്റ് വേണ്ടത് എന്താന്ന് ചോദിച്ചാൽ എനിക്ക് സന്തോഷമാണ് വേണ്ടത്. അതാണ് ശാന്താകാരം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പോയട്രി എടുത്തു നോക്കിയാലും എല്ലാത്തിലും നമുക്കിത് കാണാൻ പറ്റും. എത്ര രസകരമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് ആ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. അപ്പൊ ഇത് എത്ര വേണമെങ്കിലും പറയാം. പിന്നെ അതിന്റെയൊക്കെ ഒരു കഴിവെന്ന് പറയുന്നത് ഈ കവികൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ദർശനം എന്ന് പറയുന്നത്. ഞാനും തിരുമേനിയും കൂടി തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴ വരെ റോഡിൽ പോകുന്ന സമയത്ത് ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാട് എന്നോട് പറയും, പോകുന്ന എല്ലാ വണ്ടികളുടെയും നമ്പർ എഴുതി വെച്ചോളാൻ പറയും. ആ നമ്പറൊക്കെ ഞാൻ എഴുതി വെക്കും. ആ KL എന്നൊക്കെയുള്ള ഭാഗം കൂടെ കളയാം, നമ്പർ മാത്രം, അവസാനത്തെ 4 അക്കം നമ്പർ മാത്രം എഴുതാൻ പറയും. അത് കഴിഞ്ഞൊരു 30 എണ്ണൊക്കെ എഴുതി കഴിയുമ്പോൾ തിരുമേനി പറയും, ഇനി ഞാൻ പറയാം ഈ നമ്പറുകളൊക്കെ, കറക്റ്റ് ആയിട്ട് നമ്പർ പറയും. ഇതൊക്കെ കടപ്പാതി നമ്പർ സിസ്റ്റത്തിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പൊ ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ള വാക്കില് അന്ന് ഞാൻ പഠിച്ചിട്ടില്ല. ഷാ എന്ന് പറഞ്ഞാൽ 5 ആണ്, ശശി എന്ന് പറഞ്ഞാൽ 55 എന്നാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയാലും 55 എന്നാണ്. അപ്പം ആയുരാരോഗ്യ സൗഖ്യം, ആ എന്ന് പറയുമ്പോ 0, യു എന്ന് പറയുമ്പോ ആയു യു, യാ എന്ന് പറയുമ്പോ 1, രാ 2, രാ 2, ആയുരാരോഗ്യ പിന്നെയും രായനാണ്, പിന്നെ 1, ഖ 7, ഖ 1, സൗഖ്യം സ 7, ഖ 1, ഇതെല്ലാം കൂടി തിരിച്ചെഴുതുക. അപ്പൊ 1017122110 കലിയുഗത്തിന്റെ കലിദിനം ഈ ദിവസമാണെന്ന് പറയുമ്പോ ആലോചിച്ചൊക്കെ എത്ര മാത്തമാറ്റിക്സ് അറിഞ്ഞിട്ടുണ്ടാവും. ഇത് കവിതകളിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അപ്പൊ എപ്പോഴാണ് കലിയുഗം അവസാനിച്ച് എപ്പോഴാണ് ശ്രീകൃഷ്ണന്റെ വിഗ്രഹം അവിടെ എത്തിയിട്ടുള്ളത്? അപ്പൊ എത്ര വർഷമായി ഈ ക്ഷേത്രം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ ഇത്രയും രസകരമായിട്ടുള്ള, ഇത്രയും മൂല്യവത്തായിട്ടുള്ള, അത് സാളഗ്രാമാണെങ്കിൽ സാളഗ്രാം ആയിക്കോട്ടെ, സാളഗ്രാമാണെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള കുറേ സാൻഡുകൾ ചേർന്നിട്ടുള്ള സാളഗ്രാമം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഞാൻ ഗണ്ഡകി റിവറിൽ നേപ്പാളിൽ പോയിട്ടുണ്ട്. സാളഗ്രാമം അവിടുന്ന് പെറുക്കിയെടുക്കാൻ പറ്റും. അവിടെ സാധാരണ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള സാധനമാണ് സാളഗ്രാമം. വളരെ അതും ബ്ലാക്ക് ആണ്, അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ ഈ മൂലവിഗ്രഹത്തിലെ എന്താണ് പാതാള അഞ്ജനം എന്നങ്ങാണ്ടാണ് മലയാളം. പക്ഷെ ആ പാതാള അഞ്ജനം എന്ന് പറയുന്ന വാക്കിന് തന്നെ പ്രത്യേകതയുണ്ട്. അജ്ഞാന തിമിരന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. എന്റെ കാറ്ററാക്റ്റ് ഉള്ള തിമിരം എന്ന് പറഞ്ഞ കാറ്ററാക്റ്റ് ആണ്, അജ്ഞാനമാകുന്ന കാറ്ററാക്റ്റ് ഉള്ള പലരുടെയും ധാരണ എനിക്ക് അറിയാമെന്നുള്ളതാണ്. അതാണ് കാറ്ററാക്റ്റിന്റെ, എനിക്ക് കാണാമെന്നുള്ള ധാരണയാണ് കാറ്ററാക്റ്റിൽ ആദ്യം വരുന്നത്. പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകാത്ത അത്ര ക്ലിയർ അല്ല, ഇതിനേക്കാളും ക്ലിയർ ആണ് ലോകമെന്ന്. അറിവില്ലായ്മ എന്ന് പറയുന്നത് അറിവിന്റെ തുടക്കമാണ്, അതും ഇല്ലാത്തവരാണ് ബ്ലൈൻഡ്. അപ്പൊ കാറ്ററാക്ട് എന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണ അല്ലെങ്കിൽ ചെറിയൊരു സംശയം, അതൊക്കെ തോന്നുന്നവരാണ്. അപ്പൊ അതില് ജ്ഞാന അഞ്ജന ശലാകയ, ജ്ഞാനമാകുന്ന അഞ്ജനം എഴുതി കൊടുക്കുന്നത്. ആ സാളഗ്രാമം ഉപയോഗിക്കുന്ന സമയത്ത് എത്ര തോട്ട്ഫുൾ ആണെന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു ബ്ലാക്ക് സ്റ്റോൺ ഉപയോഗിച്ചിട്ട്, അഞ്ജനം എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിഷ്ണുവിന്റെ അല്ലെങ്കിൽ കൃഷ്ണന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് സുദർശന ശാസ്ത്രമാണ്. സു എന്ന് പറഞ്ഞാൽ നല്ലത്, ദർശനം എന്ന് പറഞ്ഞാൽ പിന്നെയും കാഴ്ച തന്നെയാണ്. അത് നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയല്ല, വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ ശക്തിയുള്ള ആ കഴിവുള്ള ഒരു ഭഗവാനെ ഈ പാതാള അഞ്ജനം എന്ന് പറയുന്ന അല്ലെങ്കിൽ അഞ്ജനക്കല്ല് എന്ന് പറയുന്ന കല്ലല്ലാതെ മറ്റെന്താ ഉപയോഗിക്കുക? അപ്പൊ റേഡിയേഷനിലുള്ള എല്ലാ റിസർച്ചിനും ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ഇന്നില്ല, അത് ഇമ്പോർട്ട് ചെയ്യാണ്. ചൈനയിലാണ് ഏറ്റവും കൂടുതൽ എന്നാണ് എന്റെ ധാരണ. ഏകദേശം നല്ല അടുത്ത കാലത്ത് കുറേ കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വസ്തു എന്താണെന്ന് ചോദിച്ചാൽ ഈ അഞ്ജനക്കല്ലുകളാണ്. ഇതിന് നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. അതല്ലാതെ ഇപ്പൊ ഇതിന്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള റീസൺ പറയാം. നമ്മള് ഈ സാങ്ക്ടം സാൻട്രോന്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് നോക്കണം. ഞാൻ കയറിയിട്ടുണ്ട്.
അതെനിക്കറിയാം. അധികം ആർക്കും കയറാൻ പറ്റാത്ത, അല്ലെങ്കിൽ അകത്ത് പൂജാരിക്ക് മാത്രം കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇത്രയും നമ്പർ ഓഫ് വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ട് ഒരു സാധാരണ മനുഷ്യന് അതിനകത്ത് കുറച്ച് സമയം ഇരിക്കണമെങ്കിൽ ഒന്ന് നല്ല ധൈര്യം വേണം. പിന്നെ ആലോചിച്ച് നോക്കുക, എണ്ണ, നെയ്യ്, തിരി, അതിന്റെ കൂടെ വിളക്കും, എന്നിട്ട് അടച്ചിട്ടാണ് ഇരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ചെറിയൊരു കൈപ്പഴ വന്നാല് കംപ്ലീറ്റ് കത്തിപ്പോവും. അങ്ങനെ കത്തുമ്പോൾ പോലും കത്താത്തതാവണം നമ്മുടെ വിഗ്രഹം. അപ്പൊ ഹൈലി കൂളിംഗ് എഫക്റ്റ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എത്ര തോട്ട്ഫുൾ ആണെന്ന് അറിയണം. അത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇതിനകത്തിരിക്കുന്ന സമയത്ത് ശരീരത്തിന്റെ ചൂട് വളരെ കൂടുന്ന സമയത്ത് കുറേ ഇൻഫ്ലമേഷൻസ് വരാം, കുറേ പ്രശ്നങ്ങൾ വരാം ശാരീരികമായിട്ടുള്ള. അതിനെയൊക്കെ കൂളിയിപ്പിക്കുന്നത് ആന്റി ബാക്ടീരിയൽ ആണ്. ഇത് ഇന്ന് പല മെഡിസിനും ഉപയോഗിക്കുന്ന വസ്തുവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഐ ഡിസോർഡറിന് ഉപയോഗിക്കുന്നുണ്ട്, സ്കിൻ കണ്ടീഷൻസിന് ഉപയോഗിക്കുന്നുണ്ട്, ഫീവറിന് ഉപയോഗിക്കുന്നുണ്ട്, ഡൈജസ്റ്റീവ് പ്രോബ്ലംസിന് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ടെക്നിക്കൽ ടേം? ബിസ്മുത്ത് ബ്ലാക്ക് എന്നാണ്. അതെ, ബിസ്മുത്ത് ബ്ലാക്ക് എന്നാണ്. BISMUTH, ബിസ്മുത്ത് ബ്ലാക്ക് എന്നാണ് അതിന്റെ പേര്. റേഡിയേഷനിൽ ഏറ്റവും കൂടുതൽ ആഗീകരണം ചെയ്യാൻ, എന്റെ PhD റേഡിയേഷൻ ആണ്. ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലല്ല വർക്ക് ചെയ്യുന്നത്, 10-20 വർഷം മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് വാക്കുകളൊന്നും ചിലപ്പോൾ പെട്ടെന്ന് വന്നൊന്നുമില്ല. കാരണം ആ സബ്ജക്റ്റ് അല്ല ഞാൻ ചെയ്യുന്ന സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ. പക്ഷെ എന്റെ ബേസിക് PhD ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ ബിസ്മുത്ത് ബ്ലാക്ക് എന്ന് പറയുന്ന ആ മെറ്റീരിയലിന്റെ ആർസനിക് ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. ഹൈലി പോയിസണസും ആണ്. ചിലപ്പോൾ എല്ലാ കണ്ടന്റിനും 2 ഗുണങ്ങളുണ്ട്. അത് ഏത് പാകത്തിൽ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് ആയുർവേദത്തിൽ നമ്മൾ പറയാം. ഇപ്പം വളരെ പച്ച മലയാളത്തിൽ പറയുന്ന ഉദാഹരണം പറയുകയാണെങ്കിൽ, സാധാരണ റോബസ്റ്റ പഴം നല്ലപോലെ പഴുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ളവർക്ക് നമുക്ക് ലൂസ് മോഷൻ ഉണ്ടാക്കാം. അതേ സമയത്ത് ലൂസ് മോഷൻ ഉള്ളവർക്ക് പച്ചക്കായ പുഴുങ്ങിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെർഗേഷൻ നിർത്താന്നാ പറയാം, ലൂസ് മോഷൻ നിർത്താനും പറ്റും. അപ്പോൾ പാകമനുസരിച്ചിട്ട് ഗുണം മാറും. ഇതേ കല്ലിന് തന്നെ 2 ഗുണമുണ്ട്. അപ്പൊ എന്ത് പാകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന്റെ ഒരു എനർജി കൺസെപ്റ്റ് എത്ര കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ട് ഹൈലി റേഡിയേറ്റിംഗ് ആയിട്ടുള്ള ആ സ്ഥലത്ത് നിൽക്കുന്ന ഒരു പൂജാരിക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരാന്ന് ആലോചിച്ചു. പക്ഷെ അങ്ങനെ ഒരു കഥയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ പാകപ്പെടുത്തിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഗുരുവായൂർ വിഗ്രഹം എന്ന് പറയുന്നത് 2 വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ. ഒന്ന് സന്തോഷം. മനുഷ്യന് ഏറ്റവും നല്ല ആവശ്യമുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ വായുവാണ്. സ്വാമി വിവേകാനന്ദനോട് ആരോ ചോദിച്ചിട്ടുണ്ട്, സമാധി പഠിപ്പിക്കാനുള്ള മാർഗം എന്താണ്? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി, 8 സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും മനുഷ്യൻ ഒരുവിധം കാലം തോന്നും. എളുപ്പത്തിൽ പഠിപ്പിക്കാൻ എന്താ മാർഗം? സ്വാമി വിവേകാനന്ദൻ നല്ലൊരു സ്വിമ്മറായിരുന്നു. അപ്പൊ നമ്മൾ സാധാരണ പറയാം, നമ്മൾ ഏത് വിഷയം ചോദിച്ചാലും നമുക്ക് അറിയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഒട്ടനെ എക്സാമ്പിൾ വരിക. വളരെ സ്പോണ്ടേനിയസ് ആയിട്ട്, ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം ഒട്ടനെ പറഞ്ഞിട്ടുള്ളത്, ഒരാളെ പിടിച്ച് വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് ചാവാൻ പോകുന്നു തോന്നുന്ന സമയത്ത് അയാളോട് ചോദിക്കുക, നിങ്ങൾ ഇപ്പൊ എന്താ ആലോചിക്കണം? ആ സ്ഥിതിയാണ് സമാധി എന്ന് പറയാ. അയാളെ കൊന്നുകളയരുത്, കൊല്ലുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥയാണ് സമാധി. അത് 3-4 പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്. മരണം തൊട്ട് മുന്നിൽ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ അച്ഛനും ചേച്ചിയൊക്കെ മരിച്ചത് വെള്ളത്തിൽ മുങ്ങിയിട്ടാണ്, രക്ഷപ്പെട്ടു പോയതാണ്. ഇപ്പം നമ്മള് പ്രാണൻ എന്ന് പറയുന്ന, വായു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗുണം. ആ ജീവൻ നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് നമ്മളെ നയിക്കാൻ ഒരാളാണ്. അച്ഛനും അമ്മയും ബൈ ഡീഫാൾട്ട് നമുക്ക് ജന്മം തന്നു, പ്രാണൻ തന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഗുരുവാണ്. ആ ഗുരുവിന്റെ പ്രാധാന്യവും വായുവിന്റെ പ്രാധാന്യവും, അത് തമിഴില് ചില സ്ഥലത്തൊക്കെ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, കുരുവായൂർ എന്നാണ്. അത് കുരുവായൂരായിരുന്നു, അങ്ങനെയാണ്. കാരണം തമിഴില് ക ചട്ടത്ത പ എന്ന് മാത്രമേ ഉള്ളൂ, കാ ഖ ഗാ ഖ ഇല്ല. അപ്പൊ ഗുരുവായൂർ എന്ന് എഴുതിയാലും വായിക്കുമ്പോ തമിഴ് അറിയാത്ത, അല്ലെങ്കിൽ മലയാളം അറിയാത്ത, തമിഴ് അറിയാത്ത, രണ്ടും ഒരേ ഭാഷയായിരുന്നു. തമിഴിൽ നിന്നാണ് മലയാളം. എൻ്റെ അടുത്തൊക്കെയുള്ള പണ്ടുള്ള പല പുസ്തകങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അതിൽ പലതും ഉണ്ടായിട്ടുള്ള നശിപ്പിച്ചു. പക്ഷെ അത് ഉണ്ടായിട്ടുള്ളതിൽ ചിലതൊക്കെ ഞാൻ വായിക്കുമ്പോൾ തമിഴ് ലിപികളിലാണ്. അങ്ങനെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തമിഴ് വായിക്കാൻ പഠിച്ചിട്ടുണ്ട്, ഇത് വായിക്കാനായിട്ട്. അപ്പൊ തമിഴ് ലിപികളിലാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ 7ാം ക്ലാസ്സിൽ തമിഴ് ലിപി പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗുരുവായൂർ എന്ന് പറയുന്നത്, ഇപ്പൊ ശശികുമാർ എന്ന് എഴുതിയ ചച്ചികുമാർ എന്ന് എഴുതുക, ശിവാജി ഗണേശൻ എന്ന് പറഞ്ഞാൽ ശിവാജി ഗണേശൻ എന്ന് എഴുതാം. വായിക്കുമ്പോൾ ബുദ്ധിയുള്ളവര് ശിവാജി ഗണേശൻ എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ തെറ്റിദ്ധാരണ ഞാൻ പറയാൻ കാരണം, നമ്മൾ പലപ്പോഴും ഈ ഇന്റർനെറ്റിലൊക്കെ നോക്കിയിട്ട് വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്തരം ട്രാൻസ്ലേറ്റഡ് വെസ്റ്റേൺ നോളജുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു പ്രാധാന്യമുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാവും.
അപ്പൊ ഇതില് അഞ്ജനേയന്റെ സ്ഥാനമുണ്ട്, ശിവന്റെ സ്ഥാനമുണ്ട്, പത്മനാഭന്റെ സ്ഥാനമുണ്ട്. ശിവനും പാർവതിയും കുടുംബസമേതം വന്ന് പാർക്കുന്ന മമ്മിയൂരിന്റെ സ്ഥാനം ക്ഷേത്രത്തിനുള്ളിലും ഉണ്ട്. അതുപോലെ തന്നെ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രം, സുബ്രഹ്മണ്യന്റെ സ്ഥാനം, ഗണപതിയുടെ സ്ഥാനം, അതുപോലെ തന്നെ സരസ്വതിയുടെ അറ, ഇതൊക്കെയുള്ള ഒരു ക്ഷേത്രം എവിടെ ഉണ്ടാവുക? ഇതൊക്കെയുള്ള ഒരു ക്ഷേത്രം വേറെ എവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലോകപ്രശസ്തമായിട്ടുള്ള, ഇതിനേക്കാളും റിച്ച് ആയിട്ടുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഇതിനേക്കാളും പ്രസിദ്ധിയുള്ളവ ഉണ്ടാവും. പക്ഷെ ആ ഒരു പ്രദക്ഷിണം കൊണ്ട് ഒരു ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ബിംബമല്ല, ഈ പറയുന്ന പൂജാവിധികളല്ല, ഈ പറയുന്ന ഇൻസ്റ്റലേഷൻസ് അല്ല, അതിനേക്കാളും കൂടുതൽ ഭക്തന്മാരാണ്. ഏത് ക്ഷേത്രത്തിന്റെയും പ്രാധാന്യം ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള ഇലക്ട്രിക് കോയിലിലൂടെ എത്ര ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് മാഗ്നറ്റ് പവർഫുൾ ആവുക. ആ മാഗ്നറ്റ് എത്ര പവർഫുൾ ആയിട്ട് കറങ്ങുന്നു അതിനനുസരിച്ചിട്ടാണ് ഇലക്ട്രിക് കോയിലിലേക്ക് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുക. അപ്പൊ പ്രദക്ഷിണ വഴിയിലൂടെ കുറേ പ്രാവശ്യം പ്രദക്ഷിണം വെക്കുമ്പോൾ എത്ര ജനങ്ങൾ പ്രദക്ഷിണം വെക്കുന്നു, എത്ര പേര് പോകുന്നു. ഇപ്പം ശബരിമലയിലൊക്കെ ചില ദിവസങ്ങളിലേ ഉള്ളൂ, മാസങ്ങളിലേ ഉള്ളൂ, എല്ലാ ദിവസവും ഇല്ലല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പം ചിലപ്പോൾ ഇതിനേക്കാളും പവർഫുൾ ആയിട്ടായിരിക്കും തിരുപ്പതി ക്ഷേത്രം ഞാനുള്ള സ്ഥലം, ആന്ധ്ര എന്ന് പറയുന്ന ഒരു കരുത. പക്ഷെ അവിടെയും ഇത്രയും ആൾക്കാർ പോകുന്നുണ്ടെങ്കിലും പ്രദക്ഷിണത്തിന് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെസ്ട്രിക്ഷൻസ് എന്നാൽ എല്ലാവർക്കും പോകാൻ പറ്റില്ല, കുറെ ദൂരത്ത് നിന്ന് കണ്ടിട്ടേ പോവുള്ളൂ, എത്ര പ്രോക്സിമിറ്റി ഉണ്ട്, എത്ര പ്രോക്സിമിറ്റി ഇല്ല. അപ്പൊ അവരുടെയൊക്കെ മനസ്സിലുണ്ടാവുന്ന ധാരണ വേറെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിനകത്ത് കയറി കഴിഞ്ഞാൽ, അകത്ത് കയറുന്നത് വരെ തിരക്കിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും, പക്ഷെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ആ ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള, അതുകൊണ്ടാണ് സാന്ദ്രാനന്ദാവബോധം, ആ ബോധം ഉള്ള സ്ഥലം വളരെ ഡെൻസിഫൈഡ് ആണ്, വളരെ എക്സ്പാൻഡഡ് ആയിട്ട് വലിയൊരു ക്ഷേത്രമല്ല, വളരെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലത്ത് കുറേ പേര് കറങ്ങുമുണ്ടാവുന്ന ഒരു പവർ ഉണ്ടല്ലോ. ആ പവറാണ്, ഭക്തന്മാരാണ്, അല്ലെങ്കിൽ പോകുന്ന ജനങ്ങളാണ്, അറിവുകൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ എന്തോ ആയിക്കോട്ടെ. അതുകൊണ്ടാണ് ചിലപ്പം പട്ടതിരിയെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ പറയുന്നത്, മേൽപ്പത്തൂരിനെയാണോ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് ചിലപ്പോൾ പറഞ്ഞു പോകുന്നതൊക്കെ അതുകൊണ്ടായിരിക്കും. അപ്പം ഏറ്റവും കൂടുതൽ മനുഷ്യന്മാര് ഭക്തിയോടുകൂടി പോകുന്ന ഒരു സ്ഥലം എന്നുള്ളതിന്റെ പ്രത്യേകത, അവര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ദർശനം, അവര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ശാസ്ത്രം, അത് കണ്ണന്റെ, നമ്മൾ സ്നേഹം കൊണ്ട് കണ്ണൻ എന്ന് വിളിക്കുന്നത്, ചിലപ്പോൾ വിഷ്ണു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സീരിയസ്നെസ് വരുമായിരിക്കും. അതുകൊണ്ട് കൃഷ്ണൻ, കണ്ണൻ, ഉണ്ണി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് വ്യഥയല്ല, സന്തോഷമാണ്. ഏത് വ്യഥയിൽ പോകുന്നവരും ദുഃഖത്തിൽ പോകുന്നവരും ആ ദൂ മാറ്റി സു ആക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അങ്ങനെ ഉള്ളൊരു ഘമ്മാണ്. അങ്ങനെ പറയാം, എത്ര വേണമെങ്കിലും പറയാം, എത്ര വേണം പറയണം എന്ന് എനിക്കറിയില്ല. ലക്ഷ്മി എന്തും മിണ്ടാത്തെന്ന് വിചാരിച്ചിരിക്കുക. ഞാനിങ്ങനെ സ്റ്റണ്ട് ആയിട്ടെന്ന് പറയില്ലേ, നമ്മൾ സ്തബ്ധയായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. കാരണം ദ ഒബ്ജക്റ്റീവ് ഓഫ് ഗോയിങ് ടു ദ ടെമ്പിൾ, അതായത് നമ്മൾ അവിടെ പോകുന്നതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണ് അതിന്റെ ലക്ഷ്യം എന്നുള്ളത് ഒരു ശാസ്ത്രജ്ഞൻ, അതും റേഡിയേഷൻ, അപൂർവങ്ങളിൽ അപൂർവം മാത്രം പഠിക്കാൻ സാധിക്കുന്ന ലിക്വിഡ് ഇതിലൊക്കെ റേഡിയേഷനിലൊക്കെ PhD എടുത്ത ഒരു വ്യക്തി, ഈ സാളഗ്രാമത്തിന്റെയും അതില് നമ്മൾ പ്രത്യേക രീതിയിൽ എന്തിനാണ് ഈ വിഗ്രഹത്തിൽ ഇത്രയധികം കൂട്ടുകൾ, നമ്മൾ പല കൂട്ടുകളെ പറ്റി കേട്ടിട്ടുണ്ട്, ഓരോ ക്ഷേത്രത്തിലും വ്യത്യസ്തമായിട്ടുള്ളതാണെന്ന്. അതിന്റെയൊക്കെ സയന്റിഫിക് സൈഡ്, അത് ഇത്ര ഭംഗിയായിട്ട് ആ ഇലക്ട്രോൺ പ്രദക്ഷിണം വെക്കുമ്പോൾ അതിനെ എന്തുമായിട്ടാണ് അങ്ങ് താരതമ്യപ്പെടുത്തിയതെന്ന് പോലും ഇനി ഞാൻ ഇതിന് ശേഷം ഇത് കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. കാരണം അത്രയധികം കോൺസെൻട്രേഷൻ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് പഠിക്കാനായിട്ട് ഇനി വീണ്ടും കേൾക്കുമ്പോൾ മാത്രമേ എനിക്ക് മനസ്സിലാവുകയുള്ളൂ. അത്രയും ഡീപ്പ് ഫിസിക്സ് എന്ന് തന്നെ പറയാൻ പറ്റും. അത്രയും ഭൗതിക ശാസ്ത്രം, പ്യുവർ സയൻസ് ചേർത്ത് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ ആദരണീയനായിട്ടുള്ള പൈതൃകാചാര്യൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ അദ്ദേഹത്തിന്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള ബയോ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുത്തി ഇത്രയധികം സയൻസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ ഭാരതീയ ആത്മീയത ഇത്ര മനോഹരമായി ശാസ്ത്രവുമായിട്ട് ചേർത്ത് പറയുന്ന
ഒരു വിവരണം ഞാൻ കേൾക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പൊ എന്റെ ഒരു സബ്ജക്ട് ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിരിക്കുന്ന സൈക്കോളജിയിലാണ്. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് ഓഫ് സൈക്കോളജി ചോദിക്കുമ്പം ഇതേ കാര്യങ്ങൾ അങ്ങ് എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയത്, സന്തോഷത്തിനാണ്, സന്തോഷം കിട്ടാൻ, സുഖം കിട്ടാനാണ് എന്നുള്ള തത്വം തന്നെയാണ് സൈക്കോളജിയും പറയുന്നത്. ഒബ്ജക്റ്റീവ് ഓഫ് സൈക്കോളജി ഇസ് ടു എക്സ്പ്ലെയിൻ, ഡിസ്ക്രൈബ് the change or control behavior so that people can live a happy life. ഒരു സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. അവിടെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സന്തോഷം തന്നെയാണ്. അപ്പൊ ആധുനിക ശാസ്ത്രത്തിലായാലും നമ്മുടെ ഭാരതീയ ആത്മീയതയിലായാലും എല്ലാവരും തേടുന്നത് സ്ഥിരമായിട്ടുള്ളതും ശാശ്വതമായിട്ടുള്ളതുമായിട്ടുള്ള സന്തോഷമാണ്. മൊമെന്ററി അല്ല, കുറച്ച് നേരത്തേക്ക് ഒരു സന്തോഷമല്ല, നമ്മളെ നയിക്കാൻ, നമ്മളെ എല്ലായ്പ്പോഴും ഒരു കൗൺസിലറിനെ പോലെ നയിക്കാനുള്ള ഒരു ഗുരു, ആ ഒരു ഗുരുവിനെ നമ്മൾ ഗുരുവായൂരപ്പനിൽ കാണുന്നുണ്ട് എന്നുള്ളത് ഈ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഇത്രയും ഫിസിക്സിന്റെ ലെവലില് വിവരിച്ച ഒരു വിവരണം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഫ്രിജോഫ് കാപ്രയുടെ ഒക്കെ പുസ്തകങ്ങളിലെ ഡോക്ടർ ഫ്രിജോഫ് കാപ്ര മുൻ എനിക്ക് തോന്നുന്നു നോബൽ സമ്മാന ജേതാവാണെന്ന് തോന്നുന്നു, ഫിസിസിസ്റ്റ് ആണ് അദ്ദേഹവും. അങ്ങേപോലെ സയൻസിൽ ഏറ്റവും അധികം സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിലൊക്കെ സ്റ്റീവൻ ഹോക്കിങ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര മനോഹരമായിട്ട് ഫ്രിജോഫ് കാപ്ര പോലും എനിക്ക് തോന്നുന്നില്ല ഇത്ര മനോഹരമായിട്ട് ഈ ഒരു ആത്മീയതയും സയൻസും മിക്സ് ചെയ്ത് പറഞ്ഞു തന്നതായിട്ട്. എന്തായാലും ശ്വാസം വിടാൻ കുറച്ച് സമയം വേണം, അതുകൊണ്ടാണ് ഞാൻ അടുത്തൊക്കെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഈ അറിവിന്റെ ഒരു ബൊമ്പാർഡ്മെന്റ് എന്ന് പറയുന്നത് 12ാം ക്ലാസ് ഫിസിക്സ് ആണ് ശരിക്കും. നമ്മുടെ ബേസിക് ഫിസിക്സ് ആണ്. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം കൊണ്ട് ഉണ്ടാക്കാം. നമ്മുടെ എല്ലാ മോട്ടറും വർക്ക് ചെയ്യുന്ന ആ പ്രിൻസിപ്പിളാണ്. ഏത് ഫാൻ അഴിച്ചു നോക്കിയാലും അതിന് ഒരു മാഗ്നറ്റ് കാണാം, ഒരു കോയിൽ കാണാം. ആ കോയിൽ വർക്ക് ചെയ്യുന്നത് എത്രത്തോളം കോയിലിൽ കൂടെ പോകുന്നുണ്ട്. അത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രദക്ഷിണങ്ങളിൽ ഓരോ ഭഗവാനും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പ്രദക്ഷിണം, അത് എങ്ങനെ പ്രദക്ഷിണം വെക്കണം എന്ന് പോലുണ്ട്. പാദാനുഗതം ഗച്ഛേ കരൗ ചലന വിവർജിതവും വാചാസ്തുതി ഹൃദിധ്യാനമേകം കുര്യാൽ പ്രദക്ഷിണം. എങ്ങനെയാണ് പ്രദക്ഷിണം? ഓരോന്നിന്റെ ഡെഫിനേഷൻ ഒന്ന് ആലോചിച്ച് നോക്കണം. വാചാൽ നമ്മൾ ചുണ്ടനങ്ങരുതെന്നാണ്, അതുകൊണ്ട് ശബ്ദമില്ലാത്തൊരു സ്ഥലമാണ്. പബ്ലിക് വിശിഷ്ടത്തുകൊണ്ട് പിന്നെ നാമം ചൊല്ലുന്നത് ആവരുത് ക്ഷേത്രം എന്നാണ്. എനിക്ക് തോന്നുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പുറത്തൊക്കെ സൗണ്ട് ഉണ്ടെങ്കിലും ഉള്ളിലെത്തുമ്പോഴത്തേക്കും പൂർണ്ണ ശാന്തതയാണ്. ചൊല്ലുന്ന മന്ത്രങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. പക്ഷെ ചില അബദ്ധങ്ങൾ കാണാം. പാദാനുഗതം ഗച്ഛേൽ എന്ന് ആ ലിറ്റററി മീനിങ് എടുത്ത് ചെയ്യുമ്പോഴാണ് ആൾക്കാർ കാലിന്റെ മുകളിൽ കാല് വെച്ച് സർക്കസ് ചെയ്തിട്ട് നടക്കുന്ന കാണാം. ശരിക്കും അതിന്റെ ആവശ്യമില്ല, പതുക്കെ നടക്കണമെന്നേ അർത്ഥമുള്ളൂ അതിന്. ഒരു കാല് വെച്ച് അടുത്ത കാല് വെക്കണം എന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് സർക്കസ് പോയി നടക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് പരിഹാസത്തോട് കൂടി ചിരിക്കാനേ തോന്നും. കരൗ ചലന വിവർജിതം, കൈ ആട്ടരുതെന്നാണ്. അപ്പൊ കൈ ഇങ്ങനെ തൊഴണോ, കൈ ശരിക്കും ഇങ്ങനെ വെക്കണം എന്നാണ് പറയാ സാധാരണ. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് കൂടൽമാണിക്യ ക്ഷേത്രത്തില് ഈ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് ഒരു പ്രഭാഷണം നടത്തിയ സമയത്ത് ഞാൻ ഇങ്ങനെ കൈവച്ചിട്ട് തൊഴണം, കൈ ഇതേപോലെ വെക്കണം, അത് പൊക്കിൾ കൊടിയുടെ അടുത്താണ് വേണ്ടത്, അവിടെയാണ് നമുക്ക് എനർജി കൺസ്യൂം ചെയ്യാൻ പറ്റുക, എന്നിട്ട് ഇടയ്ക്കൊന്ന് അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകുന്നൊക്കെയുള്ള സങ്കല്പങ്ങളൊക്കെയാണ് പണ്ടുണ്ടായിരുന്നത്. എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ അബ്സോർബ് ചെയ്യുന്നതിന്റെ കഴിവിനനുസരിച്ചിട്ടാണ്. അതൊക്കെ പറഞ്ഞു കൊടുത്ത് പിറ്റേ ദിവസം രാവിലെ തൊഴാൻ പോയ സമയത്ത് ഒരാൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, കുറേ പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ഇത്രയും കാലം ഇങ്ങനെയായിരുന്നു, ഇപ്പൊ ഇന്നു മുതൽ ഇപ്പൊ ഇങ്ങനെ കേട്ടോ. അറിയാനുള്ളൊരു ആരും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് പറ്റിയിട്ടുള്ള അബദ്ധാന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ധാരണ നമ്മൾ പലപ്പോഴും ഇങ്ങനെ തോന്നുന്ന സമയത്ത് അഞ്ജലി കൂപ്പി പണങ്ങരുത്, ഇതിന് കുഴപ്പമില്ല. ഇങ്ങനെ ആവുന്ന സമയത്ത് അത് വേണ്ടാന്നാണ്. നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് എങ്ങനെ നമസ്കരിക്കണം, ഇതൊക്കെ ശരിക്കും പഠിപ്പിക്കണം. പഠിപ്പിക്കുന്നില്ല ആളാണ് നമ്മുടെ കുഴപ്പം. ഇപ്പം നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലുള്ള ഒരു വ്യത്യാസം, നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാ വീട്ടിലും നമ്മൾ അറിയാൻ ഒരാൾ സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഉടനെ അവര് അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാവരും കാലം തൊട്ട് നമസ്കരിക്കും. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ കുട്ടികളോട് പറയുള്ളൂ, കണ്ടിട്ടല്ല പഠിക്കുന്നവര്. കേട്ടിട്ട് പഠിച്ച ഒരു കാര്യം മനസ്സിലിരിക്കില്ല, കണ്ടിട്ട് പഠിച്ചാലേ പറ്റുള്ളൂ. ആചരണമാണ് നമുക്ക് വേണ്ടത്. യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവി സയത് പ്രമാണം ഗുരുതേ ലോകസ്ഥതനുവർത്തതേ. ലോകം അനുവർത്തിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതുള്ളൊരു സ്ഥലമായി മാറുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണം കിട്ടുക. അതുകൊണ്ട് വലിയ സയൻസ് അല്ല. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് പ്യുവർ സൈക്കോളജിയാണ്. അത് മനഃശാസ്ത്രത്തിൽ പറയുന്നത് ചിൽഡ്രൻ വിൽ നോട്ട് റിമെമ്പർ വാട്ട് യു സേ ബട്ട് ദേ വിൽ റിമെമ്പർ വാട്ട് ദേ സീ എന്നാണ് പറയുന്നത്. അവർ കാണുന്നതാണ് അവർ ഓർത്തു വെക്കുന്നത്, നമ്മൾ പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മളാണ് അവർക്ക് മാതൃകയായിട്ട് ഓരോന്നും ആചരിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. കേരളത്തില്
നിർഭാഗ്യവശാൽ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു ആചരണമില്ല. കാരണം എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യയിലെല്ലാം ജ്ഞാനഭൂമി എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ പോയാൽ പോലും യാതൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ഭാഗവതത്തിലെ ഏത് ഭാഗം ചോദിച്ചാലും പറയാനുള്ള അറിവുണ്ട്. എന്നാൽ കേരളത്തില് എന്നും ക്ഷേത്രത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് പോലും ഭഗവത്ഗീത തുടങ്ങുന്നത് ഏത് ശ്ലോകത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. അതാണ് അവസ്ഥ. അങ്ങേപോലെ ഉള്ളവര് സത്യത്തിൽ നമ്മുടെ സംഘടനകള് ഇതുപോലെയുള്ള ബാലഗോകുലങ്ങളിലെല്ലാം അങ്ങേപോലെ ഉള്ളവരുടെ ക്ലാസ്സുകളെല്ലാം കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിന്, കേരള സമൂഹത്തിന് ഒരുപാട് ജ്ഞാനം കിട്ടുമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഞാനൊരു ഷോക്കിലിരിക്കുകയാണ് കേട്ടോ, എന്നോട് ക്ഷമിക്കണം. കാരണം ബൊംബാർഡ്മെന്റ് ഓഫ് നോളജ് എന്നൊക്കെ പറയില്ലേ, നമുക്ക് ചിന്തിച്ച് കുറച്ച് കോംപ്രിഹെൻഡ് ചെയ്യാൻ കുറേയധികം സമയം ആവശ്യമുള്ള അത്രയധികം ഫിസിക്സ്, അത്രയധികം ആത്മീയത, ഇത് രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് അങ്ങയിൽ നിന്ന് കേട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് റെക്കോർഡ് ചെയ്തതിന് ശേഷം 2-3 പ്രാവശ്യം പഠിച്ചതിന് ശേഷം മാത്രമേ എനിക്കിതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പോലും തിരിച്ചു പറയാൻ സാധിക്കൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മറ്റൊന്നാണ് ഒബ്ജക്റ്റീവ്, പോകുന്നതിന്റെ ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ ഐതിഹാസികമായിട്ടുള്ള കുറച്ച് ചരിത്രത്തിലേക്കും കൂടെ പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പലർക്കും അറിയുന്ന കഥകളൊക്കെ ആയിരിക്കും ജനമേജയന്റെ യജ്ഞം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. എങ്ങനെയാണ് ജനമേജയൻ പോലും ദത്താത്രേയ മഹർഷിയുടെ അഭിപ്രായം അനുസരിച്ച് വന്ന് ഭജനം ഇരുന്ന സ്ഥലമാണ് ഗുരുവായൂർ ക്ഷേത്രം എന്നുള്ളത്. അവിടെ 2-3 ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അച്ഛനെ കൊന്നതിന്റെ ദേഷ്യം തക്ഷകനോട് തോന്നിയതിന്റെ ഒരു വികാര പ്രകടനമായിരുന്നു സർപ്പയജ്ഞം നടത്തിയത്. ഇന്നത്തെ തക്ഷശില എന്ന് അറിയപ്പെടുന്ന ആ സ്ഥലം പോലും ആ പേര് തക്ഷകന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്. സോമശ്രവസ് എന്ന് പറയുന്ന പുരോഹിതനാണ് നടത്തിയത്. അത് ഇടയ്ക്ക് വെച്ച് ആ യജ്ഞം അസ്തികൻ എന്ന് പറയുന്ന ഒരു മുനികുമാരൻ അല്ലെ, ജഗൽക്കാരുവിന്റെ പുത്രൻ വന്ന് അത് ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടുത്തുന്നു. ഇത് ചണ്ഡഭാർഗവൻ തുടങ്ങിയ ഹോതാക്കളുടെയൊക്കെ പരാമർശങ്ങളുണ്ട്. അതിനെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് എന്താണ് അവിടെ നിന്ന് ജനമേജയന് പോലും ഈ കേരളത്തിൽ ഇരിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിലെത്തി ഭജനം ഇരിക്കേണ്ടി വന്നത്, അതിന്റെ മഹാത്മ്യം, അതിന്റെ തത്വം, അതിന്റെ ചരിത്രം, ഇതെല്ലാം കൂടി അങ്ങയിൽ നിന്ന് കേൾക്കണമെന്നാണ് ആഗ്രഹം. അല്ല, നമുക്കൊക്കെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് എന്റെ ഏതാളുടെ ജാതകം നോക്കിയാലും, ഇപ്പൊ എന്റെ ജാതകം നോക്കിയാൽ പറയാം തിരുപ്പതി ദേവൻ കോപിച്ചത് കൊണ്ടാണെന്നോ, അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭഗവാന്റെ കോപം കൊണ്ടാണോ എന്നോ അല്ല പറയാം. എന്റെ ഗ്രാമദേവത, എന്റെ കുടുംബദേവത ആണല്ലോ. അപ്പൊ നമ്മൾ ഈ പറയുന്ന എല്ലാ ചരിത്രം നോക്കിക്കഴിഞ്ഞാലും കൃഷ്ണന്റെ കുടുംബദേവത ആരാണെന്ന് ചോദിച്ചാൽ കൃഷ്ണന്റെ അച്ഛനും അമ്മയും. അപ്പോ ആ കുടുംബ പരമ്പരയിൽപ്പെട്ടിട്ടുള്ള ഏതൊരാൾക്കും ആ വിഗ്രഹത്തിന്റെ അടുത്ത് വന്നിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരമാണ്. അതിന് കുറെ ലോങ് ആയിട്ട് ആൻസർ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് എല്ലാവരും, അതിപ്പോ സൂര്യവംശജരായിട്ടുള്ള ആരും, ഇവരൊക്കെ സൂര്യവംശജരാണ്, സൂര്യവംശജരായിട്ടുള്ള ആരും വരേണ്ട സ്ഥലം, ഓക്കെ, അത് കൃത്യമായിട്ട് എത്തിപ്പെടേണ്ട സ്ഥലം, അത് എത്തിപ്പെട്ടോളും. കാരണം അവരുടെയൊക്കെ ഹോറോസ്കോപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നെടുത്ത് പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കുഴപ്പം എന്ന് പറയേണ്ടി വരും. ചിലപ്പോ ആ ഒരു സങ്കല്പം, ആ ഒരു സങ്കല്പം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ചിലപ്പം നമ്മളിപ്പോ ഈ കുറെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് കേരളം ഏറ്റവും ഭാഗ്യമുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇത്രയും ഞാൻ പല സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത്, ഞാനൊരു എഡ്യൂക്കേഷണലിസ്റ്റ് ആണ്. എൻ്റെ ബുക്ക് എന്ന് പറയുന്നത് അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന പുസ്തകം ഇന്ത്യയിൽ എഴുതിയിട്ടുള്ള ഏക വ്യക്തി ഞാനായിരിക്കും. അഡാപ്റ്റീവ് ലേണിംഗ്, ഇങ്ങനെ ഓരോ പഠനവും എങ്ങനെ കേൾക്കുന്നവരുമായിട്ട് അഡാപ്റ്റഡ് ആയിട്ട് പഠിപ്പിക്കണം. MIT നിന്നുള്ളൊരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തൊരു ബുക്ക് എഴുതിയിട്ടുള്ളതാണ്. ഇപ്പൊ അക്കാഡമിക്സ് ആണ് എന്റെ താല്പര്യവും, എല്ലായിടത്തും പോകുന്നത്. എവിടെ പോയാലും നമ്മൾ ഏറ്റവും നല്ല ടീച്ചർമാരാണെന്ന് ചോദിച്ചാൽ ഒട്ടനെ പറയുന്നത് കേരളീയരാണ്. എനിക്ക് തോന്നുന്നു ഗൾഫിലുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ നോക്കിയാൽ കേരളീയരായിട്ട് ടീച്ചേഴ്സ് ഇല്ലാത്ത ഒരു ഇന്ത്യൻ സ്കൂളും ഉണ്ടാവില്ല. ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നോക്കിയാൽ അത് കേരളത്തിലെ കുട്ടികൾ അവിടെ പോയത് കൊണ്ടല്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പ്രിഫറൻസ് ഞാനിപ്പോ അടുത്ത് ഗോവയിൽ പോയ സമയത്ത് നൺസ് നടത്തുന്ന സ്കൂളാണ്. അവിടെയും അവരുടെ പ്രിഫറൻസ് കേരളീയരാണ്. ഇപ്പോ ഗോവയുടെ റൂള് പ്രകാരം
അവർക്ക് ടീച്ചർമാരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേരളത്തിലെ അവർ ഇല്ലാത്തത്. ഗോവക്കാരെ മാത്രമേ അവിടെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ, എയ്ഡഡ് സ്കൂൾസിൽ. അപ്പൊ നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉപചാരപ്രകാരം ഏറ്റവും കൂടുതൽ ദേവീക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നുള്ള സ്ഥലം കേരളമാണ്. 50,000-ത്തിലധികം ദേവീക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഭാരതം അങ്ങോളം ഇങ്ങോളം ദേവീക്ഷേത്രങ്ങളാണ്. പക്ഷേ വളരെ വിരളമായിട്ട് ഒരാളുടെ കുടുംബനാഥൻ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനായിട്ട് കാണും. അപ്പൊ അവർക്ക് അവിടെ എവിടെയെങ്കിലും നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ചെയ്താമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വേറെ ഗുരുവായൂരപ്പന്റെ ക്ഷേത്രമില്ല. അപ്പൊ ഏതെങ്കിലും പരമ്പരകളിൽ നാളെ ഏത് ജന്മം എടുത്ത് വന്നാലും അവരൊക്കെ വന്നു പെടേണ്ട സ്ഥലം അത് ഇവിടെ തന്നെയാണ്. കലൗ കാർത്തയുഗം കർമ്മ സദായ കർത്തുമിശ്ചതി സ്വാമിദ്രോഹി ഇതം മത്വ ഇതരം ബാധതേ കലീന. ഇപ്പൊ കലി ജന്മം എടുക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ കേരളത്തിലാവും. 10ാമത്തെ അവതാരമാണെങ്കിലും അത് കേരളത്തിൽ തന്നെ ആവും. കാരണം അവരുടെ കുടുംബക്ഷേത്രം ഉള്ളിടത്തേ അവർക്ക് വരാൻ പറ്റുള്ളൂ ആദ്യമായിട്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. കലി എന്ന് പറയുന്നത് ദേവന്മാർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ആദ്യം ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ്. കലൗ കർത്തയുഗം കർമ്മ സദായ കർത്തുമിച്ചത് സ്വാമി ദ്രോഹി. സ്വാമിയെ ദ്രോഹിക്കുന്നവർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യം ഞാൻ പ്രഭാഷണം കൊടുത്തു. ഞാൻ സൈക്കോതെറാപ്പിസ്റ്റും കൂടിയാണ്. എൻ്റെ MS ഇൻ സൈക്കോതെറാപ്പിയാണ് ആൻഡ് കൗൺസിലിംഗ് ആണ്. അസ്ട്രോളജിയും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കുട്ടികളിലേക്കൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഗുരുവായൂർ ക്ഷേത്രത്തില് എന്താണ് പ്രഭാഷണം വേണ്ടതെന്ന് ചോദിച്ച സമയത്ത് അവര് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് തന്നത്. IASH തന്നെയാണ് ഓർഗനൈസ് ചെയ്തത്. ആദ്യ 2000-ന്റെ കാലത്തിൽ എനിക്കൊന്ന് 2002-ലോ 2001-ലോ അങ്ങാണ്ടാണ് പ്രഭാഷണം. അന്ന് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് വേണ്ടത്. അവിടെ നോക്കുമ്പോൾ എല്ലാവരും വയസ്സന്മാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വയസ്സന്മാർക്കാണോ ഞാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് എടുക്കേണ്ടത്? ചോദിച്ചു, നിങ്ങൾക്ക് മക്കളും ചെറിയ പിള്ളേരൊന്നും ഇല്ലേ വീട്ടിൽ? ചോദിച്ചു. അവർക്കൊക്കെ വേറെ പണിയുണ്ട്, പണിയില്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോ അത് കാലത്തിന്റെ ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ പോയിട്ട് പറഞ്ഞു കൊടുത്തോളാം. ഇവരൊക്കെ ആദ്യം പറയുന്നത് എന്റെ മക്കള് പറഞ്ഞാൽ കേൾക്കില്ല, അതുകൊണ്ട് നമുക്കൊരു മെന്റർ വേണമെന്നാണ്. ഇന്ന് കേരളത്തിലെ മെന്റേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പണിയും ഇല്ലാത്തവർക്ക് തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. പല സ്ഥലത്തും സൈക്കോളജി പ്രോഗ്രാംസ്. ഇപ്പൊ എന്റെ തറവാട്ടിൽ 200 വർഷം പഴക്കമുള്ള സൈക്കോളജി അവിടെയും ഞാനൊരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. കൗൺസിലിംഗ് പഠിക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രൈവറ്റ് കോഴ്സ് നടത്തുന്നവർക്കുള്ള ഒരു ക്യാമ്പ്. എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ട് മാത്രം പോകുന്ന ഒരു ഗ്രൂപ്പായി മാറിയിട്ടുണ്ട് സൈക്കോളജിസ്റ്റ്. കാരണം എല്ലാ കുട്ടികളുടെയും ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ സൈക്കോളജി പഠിച്ചതെന്ന് ചോദിച്ചാൽ മാത്സ് അറിയാത്തതുകൊണ്ട്. അപ്പൊ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് മാത്സ് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറയും? അത് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്, എനിക്കും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ സൊല്യൂഷൻ കിട്ടുമോ? കിട്ടില്ല. അപ്പൊ സൊല്യൂഷൻ വേണമെങ്കിൽ നല്ല ദർശനമുള്ളവര്, നല്ല കഴിവുള്ളവര്, നല്ല അറിവുള്ളവര്, അത് ക്രോഡീകരിച്ചു വെച്ചിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ എന്ത് കൗൺസിലിംഗ് വന്നാലും അവസാനം നമ്മൾ എത്തിപ്പെടേണ്ടത് അറിവിന്റെ ആധാരം എവിടെയാണോ അവിടെയാണ്. ആ അറിവിന്റെ ആധാരം ഉള്ള ഒരു സ്ഥലം അത് ഗുരുവായൂരാണ്. അപ്പൊ പരമ്പരകളായിട്ട് ഏത് മഹർഷിമാരും ഏത് മുനിമാരും എത്തിപ്പെടേണ്ടത് വിഷ്ണുവിന്റെ അടുത്താണ്. എല്ലാ പ്രോബ്ലംസും വരുന്ന സമയത്ത് ശിവന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാലും വിഷ്ണുവാണ് സോൾവ് ചെയ്യുന്നത്. ശിവനും പാർവതിയും തമ്മിൽ അടികൂടുന്ന സമയത്ത് ശിഷ്യനും മകനും എന്ന കവിതയിലുണ്ട്, അവസാനം വിഷ്ണുവാണ് പോയിട്ട് അവിടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ആക്ഷൻ എന്ന് പറയുന്നത് ഹൂ ഈസ് ദ മെന്റർ ഓഫ് ദ വേൾഡ്, അത് വിഷ്ണുവാണ്. ആദ്യം തുടങ്ങുന്ന സമയത്തല്ലേ നമുക്ക് ബ്രഹ്മാവ് ഉണ്ടാവും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്രഹ്മാവ്, എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വിഷ്ണുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു നമ്മളെയൊക്കെ. ആക്ഷനാണ് നമ്മുടെയൊക്കെ മാർഗം. ആ ആക്ഷൻ ഉണ്ടാവുന്നത് നല്ലപോലെ ആക്ട് ചെയ്യുന്നവർക്ക് എന്തായാലും കാശ് കിട്ടും. അപ്പൊ വിഷ്ണു ഉള്ളിടത്തൊക്കെ ലക്ഷ്മി ഉണ്ടാവും. അപ്പൊ ആർക്ക് എന്ത് ആഗ്രഹമുണ്ടോ, വിഷ്ണുവിന്റെ ഭാര്യയാണ് ലക്ഷ്മി. അപ്പൊ എവിടെ ആക്ഷൻ ഉണ്ടോ അവിടെ കാശുണ്ട്. എവിടെ ബ്രഹ്മാവുണ്ടോ, ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കൃഷ്ണൻ അവിടെ കൊണ്ടുപോയിട്ട് സ്ഥാപിക്കുന്നത്. അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നത് ശിവനാണ്. അപ്പൊ 3 ദേവന്മാരും ഉള്ള, അതുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെ ആൽമരം. ആൽമരത്തിന് ഇത്ര പ്രാധാന്യമുള്ള വേറെ എല്ലാ ക്ഷേത്രങ്ങളിലും ആൽമരം ഉണ്ടാവും. പക്ഷെ ആൽമരത്തിന് ഇത്രയും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണി അഗ്രത ശിവരൂപായ വൃക്ഷരാജയതേ നമ. 3 ദേവന്മാരെയും കാണുന്ന 7
പ്രദക്ഷിണം വെക്കേണ്ട ഏക സ്ഥലം 7 പ്രദക്ഷിണം. വിനായകന് 1 പ്രദക്ഷിണേ പറഞ്ഞിട്ടുള്ളൂ, സൂര്യന് 2 പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ 7 പ്രദക്ഷിണം പറഞ്ഞിട്ടുള്ളത് ആത്മാവിനാണ്. അത് ആത്മാവാണ്. ആലും മാവും കൂടുന്നതാണ് ആത്മാവ്. കർണാടകയിലൊക്കെ ആലും മാവും കൂടിയിട്ട് മാരേജ് ചെയ്യുന്ന ഒരു സങ്കല്പം തന്നെയുണ്ട്. ആലും മാവും കൂടിയാൽ ആത്മാവായി. അപ്പൊ അവനവന്റെ ഉള്ളിലാണ് ബ്രഹ്മാവിരിക്കുന്നത്. ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം. എന്റെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മാവിനെ, ആ ബ്രഹ്മാവിനെ കാണാൻ ഞാൻ എവിടെയും പോണ്ട. പക്ഷെ വിഷ്ണുവിനെ കാണണമെങ്കിൽ ആ ബ്രഹ്മാവ് ഉണ്ടായിക്കഴിയുമ്പോൾ എന്തായാലും സരസ്വതി ഉണ്ടാവും. കാരണം ബ്രഹ്മാവിന്റെ ഭാര്യയാണ് സരസ്വതി. അപ്പോഴേ എനിക്ക് കുറേ ക്രിയേറ്റിവിറ്റി ഉണ്ട്. പക്ഷെ അത് നാവില് വന്നാലേ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്ത് നല്ല കോമ്പിനേഷൻ ആണെന്ന് ആലോചിച്ച് നോക്കൂ. ബ്രഹ്മാവും സരസ്വതിയും, വിഷ്ണുവും ആക്ഷന്റെ ഗോഡും. എവിടെ കാശുണ്ടാവണോ അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ എവിടെ സുഖമുണ്ടോ അവിടെ കടന്നുറങ്ങാൻ പറ്റും. അങ്ങനെ ശക്തി എവിടെയുണ്ടോ അവിടെ മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ. ശക്തി ഇല്ലാത്ത ഒരാൾക്ക്, ആരോഗ്യം ഇല്ലാത്ത ഒരാൾക്ക് എവിടെയെങ്കിലും സുഖം ഉണ്ടാവും. അപ്പൊ എവിടെ പാർവതി ഉണ്ടോ അവിടെ സമാധി ഉണ്ടാവും. മെഡിറ്റേഷൻ ഈസ് നോട്ട് പോസിബിൾ ഓൺ ദ ക്രോസ് റോഡ്സ് എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കൺഫ്യൂഷനും പ്രശ്നങ്ങളും ഉള്ള സമയത്ത് ഒരിക്കലും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആരോഗ്യമില്ലായ്മയുടെ ലക്ഷണമാണ്. ഡിസ് ഈസ് എന്ന് പറയുന്നത് യു ആർ നോട്ട് അറ്റ് ഈസ് എന്നാണ്. അങ്ങനെ ഈസ് അല്ലാത്തൊരു സ്ഥലത്ത്, ആരോഗ്യമില്ലാത്തൊരു സ്ഥലത്ത് പറ്റില്ല. അപ്പം ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ആക്ഷൻ എന്ന് പറയുന്ന, കർമ്മം എന്ന് പറയുന്ന ആ കർമ്മമാണ് ഭഗവാൻ നമ്മളെ കൽപ്പിച്ചു തന്നിട്ടുള്ളത്. ഭഗവത്ഗീതയുടെ സാരം എന്താണെന്ന് ചോദിച്ചാൽ ഭക്തിയല്ല, കർമ്മമാണ്. അതുകൊണ്ടാണ് സാഖ്യായോഗവും കർമ്മയോഗവും ഒക്കെ വരുന്നത്. അപ്പൊ ആക്ഷൻ ഉണ്ടാവണം, കർമ്മം ചെയ്യണം. അത് അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം എന്നാണ്. യോഗക്ഷേമം, യോഗവും ക്ഷേമവും. എനിക്ക് കിട്ടുന്ന എല്ലാ പ്രസിദ്ധിയും എനിക്ക് സൂക്ഷിച്ചു വെക്കണം. എനിക്ക് കിട്ടുന്ന കാശ് എനിക്ക് സൂക്ഷിച്ചു വെക്കണം. എനിക്ക് കിട്ടുന്ന അറിവും എനിക്ക് സൂക്ഷിച്ചു വെക്കണം. യോഗം എന്ന് പറഞ്ഞാൽ കൂട്ടുക എന്നർത്ഥം. മാത്തമാറ്റിക്സിൽ യൂണിയൻ എന്നാണ് അർത്ഥം, ജോയിനിങ് എന്നാണ് അർത്ഥം. ക്ഷേമം എന്ന് പറഞ്ഞാൽ കീപ് ഇറ്റ് സേഫ് എന്നാണ്. എനിക്ക് ആഗീരണം ചെയ്യാനും സാധിക്കണം, ആഗീരണം ചെയ്ത് നശിച്ചു പോകാതെ സൂക്ഷിക്കാനും പറ്റണം. അങ്ങനെ യോഗക്ഷേമം ഗ്യാരണ്ടി ചെയ്യുന്ന ലോകത്തിലെ ഏക ഭഗവാൻ. വേറൊരാളും ഗ്യാരണ്ടി കൊടുക്കാറില്ല. പക്ഷെ താഴത്തൊരു ചെറിയൊരു സ്റ്റാർ ഇട്ടിട്ട് കണ്ടീഷൻ സപ്ലൈ. ആ കണ്ടീഷൻ അനന്യശ്ചിന്തയന്തോ മാം, വേറെ ചിന്തകളൊന്നുമില്ലാതെ നിങ്ങൾ എന്നെ പരിപാലിക്കുകയാണെങ്കിൽ. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ, എന്നെ ഉപാസിക്കുന്ന ആള്. ആ ഉപാസന എന്താണ്? അവനവന്റെ കർമ്മമാണ്. അവനവൻ നന്നായിട്ട് കർമ്മം ചെയ്താൽ, വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്താൽ ഇത് സാധിക്കും എന്ന് പറയുമ്പോൾ ഏതൊരു വിഘ്നം വരുന്ന സമയത്തും എന്ത് നേടണമെങ്കിലും, ഏത് ഭഗവാനായാലും, ഏത് രാജാവായാലും, ഏത് മഹർഷിയായാലും, ഏത് മുനിയായാലും അവസാനം വന്നുപെടേണ്ട സ്ഥലം എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ അടുത്ത് തന്നെയാണ്. എന്തായാലും ഞാൻ പറഞ്ഞില്ല, പിന്നെയും അല്പം ഷോക്കിലാണ്. കാരണം ബൊംബാർഡ്മെന്റ് ഓഫ് നോളജ് ആണ് ഈ വരുന്നത്. ഒബ്ജക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്, ജനമേജയൻ എന്തുകൊണ്ട് ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് തെക്കേ ഇന്ത്യയിലെ നമ്മുടെ കൊച്ചു കേരളത്തിലിരിക്കുന്ന ഭഗവാന്റെ, ഗുരുവായൂരപ്പന്റെ മുന്നിൽ തന്നെ ആ കാലത്ത് പോലും 5000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ദത്താത്രേയ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് ഭജനമിരിക്കാൻ വന്നു എന്നുള്ളതിന് പിന്നിൽ ഒരു വലിയ ശാസ്ത്രമുണ്ട്. പാരമ്പര്യം എന്നുള്ള വലിയ ശാസ്ത്രം, അല്ലെ? സൂത്രേ മണിഗണ ഇവ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ജീൻസ്, നമ്മുടെ പാരമ്പര്യം കോർത്തിണക്കിയ ഒരു ജീൻസിന്റെ ഒരു ഘടനയും കൂടി ഇവിടെ പ്രാധാന്യത്തിലുണ്ട്. അതൊരു ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദേശദേവതകളെയും കുടുംബ ദേവതകളെയും എല്ലാം ആരാധിക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു തത്വം ആദരണീയനായിട്ടുള്ള ഡോക്ടർ TPS സർ പറഞ്ഞു കഴിഞ്ഞു. അതിനൊപ്പം നമ്മൾ ആചരിച്ച് കാണിച്ചു കൊടുക്കണം, കുട്ടികൾക്ക് ആചരിച്ച് കാണിച്ചു കൊടുക്കേണ്ട പ്രാധാന്യവും അങ്ങ് പറഞ്ഞു കഴിഞ്ഞു.